ജമ്മു കാശ്മീരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക അതാണ് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ട ഓരോ നീക്കങ്ങളും ISI നടത്തുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരം ജമ്മു കാശ്മീരിന്റെ സമാധാനം തകർക്കുന്ന രീതിയിൽ എപ്പോഴും ജമ്മു കാശ്മീരിൽ വെടിവെപ്പുകളും ആക്രമണങ്ങളും അതായത് പണ്ടത്തെ പോലെ നടത്തുക, അതിനുള്ളൊരു നീക്കങ്ങൾ, അതിനുള്ള കരുനീക്കങ്ങൾ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് പഹൽഗാം മോഡൽ ഒരു തീവ്രവാദ ആക്രമണം ഏത് സമയത്തും ജമ്മു കാശ്മീരിൽ ഉണ്ടാകാം, അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രധാന കാര്യം. ജമ്മു കാശ്മീരിൽ അൽ ബദറും ഹിസ്ബുൾ മുജാഹിദിനും സംയുക്തമായി വീണ്ടും സജീവമാകാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു മുന്നറിയിപ്പുണ്ട്. കാശ്മീർ താഴ്വരയിൽ ഭീകരത പുനർജീവിപ്പിക്കാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ശ്രമിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനും താഴ്വരയിൽ ഭീകര പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുമാണ് ISI ഈ ഭീകര സംഘടനകളെ കൂട്ടുപിടിച്ച് ഒരു ശ്രമം നടത്തുന്നത്. നിരോധിക്കപ്പെട്ട പ്രമുഖ ഭീകര സംഘടനകളായ ഹിസ്ബുൾ മുജാഹിദീൻ, അൽ ബദർ എന്നിവരെ ഒരുമിപ്പിച്ച് പുതിയൊരു പ്രധാന തന്ത്രം അല്ലെങ്കിൽ ഒരു തന്ത്രപ്രധാന സഖ്യം രൂപീകരിക്കാനാണ് ISI ശ്രമിക്കുന്നത്. കാശ്മീരിലെ പ്രാദേശിക യുവാക്കളെ ആകർഷിക്കുന്നതിനും അതിർത്തി കടന്നുള്ള ആയുധക്കടത്ത്, ലഹരി മരുന്ന് കടത്ത്, കള്ളനോട്ട് ശൃംഖലകൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു സംയുക്ത നീക്കം. വളരെ കാലമായി ദുർബലമായിരുന്ന അൽ ബദർ ഇപ്പോൾ താഴ്വരയിൽ തങ്ങളുടെ സാന്നിധ്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നിവിടങ്ങളിൽ നിന്ന് അസംതൃപ്തരായ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാനും ഇരു സംഘടനകളും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ നടപടികൾ അത് കാരണം നിലവിൽ ഭീകര സംഘടനകളുടെ കമാൻഡർമാരും പ്രാദേശിക ശൃംഖലകളും വലിയ തോതിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി ആക്രമണം നടത്തുന്നതിനേക്കാൾ ഇരു സംഘടനകളുടെയും ശേഷി പരസ്പരം പങ്കുവെക്കാനാണ് പാകിസ്ഥാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ലഹരി മരുന്ന് കടത്തിലൂടെയും ഹവാല വഴിയും ലഭിക്കുന്ന പണം ഒന്നിച്ചുപയോഗിക്കാനും ആയുധങ്ങൾ പങ്കുവെക്കാനും പാക് ISI നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്. റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് കാശ്മീരിൽ നിരോധിത സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളിൽ വ്യാപകമായ റെയ്ഡ് NIA നടത്തിയത്. മധ്യൻ തെക്കൻ കാശ്മീരിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ NIA സംഘം വിപുലമായ രീതിയിൽ ഒരേ സമയം തന്നെ പരിശോധന ആരംഭിച്ചത്. നിരോധിത സംഘടനയെ പുനർജീവിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും ഭീകര പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരണം നടത്തുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2019 ഫെബ്രുവരിയിലാണ് കാശ്മീരിൽ ജമാഅത്ത് ഇസ്ലാമിയെ 5 വർഷത്തേക്ക് നിയമവിരുദ്ധ സംഘടനയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. തുടർന്ന് 2024 ഫെബ്രുവരിയിൽ UAPA നിയമപ്രകാരം ഈ നിരോധനം വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അതായത് ജമ്മു കാശ്മീരിൽ എത്തിയാലും അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ്. കേരളത്തിലേക്ക് വരുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും ഒക്കെ ഒരു റിപ്പോർട്ട്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പ്രധാനമായും കഴിഞ്ഞ വർഷം 2025 അവസാനത്തോടെ NIA കേരളത്തിൽ നടത്തിയ ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ ഭാഗങ്ങളിലും, അതായത് ജമാഅത്ത് ഇസ്ലാമി SDPയുടെ ഒക്കെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലും ഇവരെ നിരോധിക്കണമെന്നൊരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു.